ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കാർ ബ്രാൻഡായ മെർസിഡീസ് അത് കണ്ടുപിടിച്ച ആളുടെ പേരിലല്ല, മറിച്ച് ഒരു കൊച്ചു പെൺകുട്ടിയുടെ പേരിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? വർഷം 1900. ജർമ്മൻ ഓട്ടോമൊബൈൽ വ്യവസായം അപ്പോഴും ശൈശവാവസ്ഥയിലായിരുന്നു. ഗോട്ട്ലീബ് ഡെയ്മ്ലറും വിൽഹം മെയ്ബാക്കും ഡെയ്മ്ലർ മോട്ടോറിൻ ഗെസൽഷാൾട്ടിന് കീഴിൽ അതിവേഗ പരീക്ഷണ കാറുകൾ നിർമ്മിക്കുന്നു. അതേസമയം റേസിംഗിലും മാർക്കറ്റിംഗിലും അഭിനിവേശമുള്ള ഒരു ഓസ്ട്രേലിയൻ ബിസിനസ്സുകാരനായ എമിൽ ജെല്ലിനെക് അവരുടെ ഏറ്റവും വലിയ ക്ലയന്റുകളിൽ ഒരാളായിരുന്നു. എന്നാൽ ജെല്ലിനെക് കാറുകൾ വാങ്ങുക മാത്രമല്ല, അദ്ദേഹം വ്യവസായത്തെ പുനർനിർമ്മിക്കുകയായിരുന്നു. ആദ്യകാല ഡെയ്മ്ലർ കാറുകൾ വേണ്ടത്ര വേഗതയേറിയതോ സ്റ്റൈലിഷോ ആയിരുന്നില്ലെന്ന് ജെല്ലിനെക് വിശ്വസിച്ചു. അതിനാൽ അദ്ദേഹം DMGയുമായി ഒരു ധീരമായ കരാർ ഒപ്പിട്ടു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 36 കാറുകൾ അദ്ദേഹം ഓർഡർ ചെയ്യുകയും അവരുടെ റേസിംഗ് ക്യാമ്പയിനുകൾക്ക് ധനസഹായം നൽകുകയും ചെയ്തു. അന്ന് വെറും 11 വയസ്സുള്ള മകൾ മെർസിഡീസിന്റെ പേര് കാറുകൾക്ക് നൽകണം എന്ന വ്യവസ്ഥയിൽ യൂറോപ്പിൽ ഉടനീളം ബ്രാൻഡ് പ്രചരിപ്പിക്കുകയും ചെയ്യും എന്ന കരാറുണ്ടാക്കി. പ്രഭുക്കന്മാരും പദവിയും ആധിപത്യം പുലർത്തുന്ന ആ കാലഘട്ടത്തിൽ മെർസിഡീസ് എന്ന വിചിത്രമായ സ്പാനിഷ് നാമം ചാരുത വഹിച്ചു. അത് ഒരു മാർക്കറ്റിംഗ് പ്രതിഭയായിരുന്നു. അത് ഹ്രസ്വവും അവിസ്മരണീയവും ആയിരുന്നു. ജെല്ലിനെക് തന്നെ മോൺസിയോ മെർസിഡീസ് എന്ന മെർസിഡീസ് റേസിംഗ് ആരംഭിച്ചു. 1901 പുതിയ മെർസിഡീസ് 35 കുതിരശക്തിയുള്ള കാറുമായി റേസിംഗ് രംഗത്തേക്ക് കടന്നു വന്നു. അത് വെറും ഒരു കാറായിരുന്നില്ല. താഴ്ന്ന ബോഡിയും നീളമുള്ള വീൽ ബേസും കുറഞ്ഞ ഭാരവുമുള്ള ഈ കാർ മറ്റു വണ്ടികളെ പോലെ ആയിരുന്നില്ല. ആധുനിക ഓട്ടോമൊബൈലിന്റെ ബ്ലൂ പ്രിന്റ് ഇത് മാറി. മെർസിഡീസ് മത്സരങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു. പെട്ടെന്ന് ഒരു ഓസ്ട്രിയൻ സ്കൂൾ പെൺകുട്ടിയുടെ പേര് യൂറോപ്പിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡായി മാറി. എന്നാൽ ഇവിടെയാണ് കഥ കൈപ്പേറിയ മധുരമായി മാറുന്നത്. മെർസിഡീസ് ജെല്ലിനെക് ഒരിക്കലും തന്റെ പേര് വായിക്കുന്ന കാറിൽ തൊട്ടില്ല. അവൾ തന്റെ പിതാവിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെയും അവളെ അനശ്വരമാക്കിയ ആഗോള ബ്രാൻഡിന്റെയും നിഴലിൽ ജീവിച്ചു. വിരോധാഭാസം ഏതാണ്ട് ക്രൂരമാണ്. ആ കൊച്ചു പെൺകുട്ടി ആരെന്ന് നോക്കിയല്ല, മറിച്ച് അവളുടെ പിതാവ് അവളുടെ ഐഡന്റിറ്റി ഒരു ബ്രാൻഡിംഗ് തന്ത്രമായി ഉപയോഗിച്ചതിനാലാണ് ഒരു വീട്ടുപേരായി മാറിയത്. അതേസമയം ആദ്യത്തെ ഓട്ടോമൊബൈൽ കണ്ടുപിടിച്ച കാൾ ബെൻസും എഞ്ചിനുകൾ വികസിപ്പിച്ച ഗോട്ട്ലീബ് ഡെയ്മ്ലറും അവരുടെ പേരുകൾ മെർസിഡീസ് ബെൻസിൽ ലയിപ്പിക്കാൻ 1926 വരെ കാത്തിരിക്കേണ്ടി വന്നു. DMGയും ബെൻസും ചേർന്നതിന് ശേഷം മെർസിഡീസ് എന്ന ബ്രാൻഡ് ലോകം കീഴടക്കിയിരുന്നു. ചരിത്രപരമായ നിയമസാധുതയ്ക്കായി ചേർത്ത നാമമായിരുന്നു ബെൻസ്. അതിനാൽ ഇന്ന് വെള്ളി നക്ഷത്ര ലോഗോ കാണുമ്പോൾ നമ്മൾ നവീകരണം, സമ്പത്ത്, പദവി എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ഈ ബ്രാൻഡിന് പിന്നിൽ കടമെടുത്ത ഒരു കൊച്ചു പെൺകുട്ടിയുടെ പേരും ജീവിതത്തിലെ മാർക്കറ്റിംഗ് ഗെയിം കളിച്ച ഒരു പിതാവും അവരുടേതല്ലാത്ത ഒരു പേരിനാൽ മൂടപ്പെട്ട കണ്ടുപിടുത്തക്കാരും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം: നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ നിങ്ങളുടെ കുട്ടിയുടെ പേര് മെർസിഡീസിനെ പോലെ എന്നേക്കും ഓർമ്മിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ?